ടീച്ചേഴ്സ് കാഫേ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നൊരു സിമ്പിൾ സ്നാക്കായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ ഉന്നക്കായാണ്. വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് എങ്ങനെ ഉന്നക്കായ ഉണ്ടാക്കാം എന്നാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ചാനലിലെ വീഡിയോസ് എല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല കൂട്ടുകാർക്ക് എല്ലാം ഷെയർ ചെയ്ത് സപ്പോർട്ടും ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇതിൽ നടുക്കിൽ ആ കറുത്ത കുരുവെല്ലാം കളഞ്ഞിട്ട് വേണം വയ്ക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളത് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു പെർഫെക്ഷൻ കിട്ടും. അപ്പോൾ അങ്ങനെ കളഞ്ഞു വെച്ചതാണ് ഇത് നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കണം. അപ്പോൾ ഒരു ഇഡ്ഡലി പാത്രത്തിൽ ഒരു 5 മിനിറ്റ് ആവി കയറ്റിയാൽ മതി. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഒരു 5 മിനിറ്റ് ആവി കയറ്റിയെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ തുറന്ന് നോക്കാമെന്നുണ്ടെങ്കിൽ പഴം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. നല്ലൊരു യെല്ലോ കളറും പഴത്തിന് കിട്ടും. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് തണുപ്പിക്കണം. അപ്പോൾ പഴം തണുത്തിട്ടുണ്ട്. തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വെച്ച് ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈ വെച്ചായാലും കുഴച്ചെടുക്കാം. ഇങ്ങനെ പയ്യൊന്ന് ഉടച്ച് ചെറിയ ചെറിയ പീസസ് ആയിട്ട് അത് കഴിഞ്ഞിട്ട് കൈ വെച്ച് ഉടച്ചെടുക്കാമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി ഇടാം. ഒരു 3 ടേബിൾ സ്പൂൺ കുറച്ച് മതി. നമ്മളത് ഷേപ്പാക്കുമ്പോൾ നല്ലൊരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അരിപ്പൊടിയുടെ ടേസ്റ്റൊന്നും അതിലേക്ക് വരില്ല. പ്രത്യേകിച്ച് പൊടിയുടെ ഒന്നും കടിക്കൊന്നുമില്ല. നല്ല പെർഫെക്ഷൻ കിട്ടും, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർക്കുന്നത്. അത് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ അരിപ്പൊടി ചേർത്ത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കണം. അപ്പോൾ ഫില്ലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഓയിൽ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ തേങ്ങയൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിടാം. കൂടുതൽ തേങ്ങ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലിടാം, ഇതൊന്നും കുഴപ്പമില്ല. അപ്പോൾ അത് നന്നായിട്ടൊന്ന് പയ്യൊന്ന് ക്രിസ്പി ആക്കി എടുക്കാം. അപ്പോൾ തേങ്ങ പയ്യെ ഏകദേശം ഒന്ന് ക്രിസ്പിയായി വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് കശുവണ്ടി ഇട്ട് കൊടുക്കാം. കശുവണ്ടി, ബദാം, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എന്ത് വേണമെങ്കിലും അതിലേക്ക് ഇടാം. ചെറുതാക്കി ഇടണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് രണ്ടും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ആ കശുവണ്ടിയൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്ത് പയ്യെടുക്കാം. ഏകദേശം അതെല്ലാം ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഫില്ലിങ്ങിൻ്റെ കാര്യം റെഡി ആയിട്ടുണ്ട്. നമുക്കിതിന് ചൂടാറാൻ വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങൊക്കെ ചൂടാറി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഉന്നക്കായ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ചെറിയ പോർഷൻ ഇതിൽ നിന്ന് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടി സോഫ്റ്റ് ആക്കാം. സോഫ്റ്റ് ആക്കി കഴിഞ്ഞിട്ട് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. നമ്മൾ ഈ പഴം കുഴച്ചതിലേക്ക് കുറച്ച് അരിപ്പൊടി കൂടി ചേർത്തിട്ടുള്ളതുകൊണ്ട് ഇതേപോലെ ഷേപ്പാക്കാൻ നേരത്തെ നമുക്ക് നല്ല മയം കിട്ടും. നന്നായിട്ട് ഷേപ്പാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ഇതുപോലെ കൈ വെച്ച് പയ്യെ പരത്തി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ച് ഫില്ലിങ് വയ്ക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഷേപ്പിൽ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സൈഡ് പൊട്ടിപ്പോവും. അപ്പോൾ കുറച്ച് ഫില്ലിങ് വയ്ക്കാം. അങ്ങനെ ഫില്ലിങ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം. ആ ഒരു സൈഡ് നന്നായിട്ട് ക്ലോസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധ നമ്മൾ കൊടുക്കുന്നത് ആ സൈഡിനാണ്. അപ്പോൾ അത് നന്നായിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കറക്റ്റ് ഷേപ്പിലേക്ക് ആക്കി എടുക്കാം. അപ്പോൾ ഇഷ്ടമുള്ള ഷേപ്പിലെടുക്കാം കേട്ടോ. തുമ്പ് ഉരുട്ടി അല്ലെങ്കിൽ ആ ഒരു തുമ്പ് ടോപ്പ് ഭാഗം നീട്ടിയോ ഇഷ്ടമുള്ള പോലെ എടുക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഷേപ്പിലാണ് എടുക്കുന്നത്. അപ്പോൾ കൈ വെച്ച് നന്നായിട്ട് ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ കൈ വെച്ച് ഷേപ്പായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഉന്നക്കായ റെഡിയാണ്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചീനച്ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഓയിൽ മതി. നമുക്കതൊന്ന് പയ്യെ എല്ലാ ഭാഗവും ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഓൾറെഡി നമ്മുടെ പഴമൊക്കെ വെന്തതാണ്. അപ്പോൾ ആ ഒരു ബ്രൗൺ കളർ കോട്ടിങ് അതിലേക്ക് വന്നാൽ മാത്രം മതി. അപ്പോൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇടാം. നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുത്ത് ആ ഒരു കോട്ടിങ് റെഡിയാക്കി എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലേക്ക് എടുക്കാം. കൂടുതൽ നേരം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാമെന്നുണ്ടെങ്കിൽ നല്ല ബ്രൗൺ കളറിൽ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെറിയൊരു ബ്രൗൺ ഷെയ്ഡുള്ള രീതിക്കും എടുക്കാം. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, ഇഷ്ടം അനുസരിച്ച് എടുക്കാം. അപ്പോൾ പയ്യെ തിരിച്ചും മറിച്ചും അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം എല്ലാ സൈഡും ആവശ്യത്തിനുള്ള കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത്രേ കളറിൽ എടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഉന്നക്കായ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളാണ്, മാത്രമല്ല ടേസ്റ്റിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക.
അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്